ഇന്ന് രാവിലെ പറമ്പിലൂടെ നടന്നപ്പോഴാണ് നല്ല ഒന്നാന്തരം ചീര നിൽക്കുന്നത് കണ്ടത്. എൻ്റെ ഫേവറിറ്റ് തോരനാണ് ചീരത്തോരൻ. ഞാൻ നോക്കിയപ്പം ഇലയ്ക്ക് പുഴുക്കേടോ ഒന്നുമില്ല. എന്നാൽ പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ ചീരയെല്ലാം കഴുകി കട്ട് ചെയ്ത് ചീരത്തോരനാക്കി. നല്ല രസമുള്ള നല്ല ടേസ്റ്റി ചീരത്തോരനാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും പച്ച ഇലയുള്ള ചീരയാണ്. അപ്പം ഞാൻ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഒരു കുഴി കുത്തുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. വേറെ ഒന്നിനുമല്ല, ചീരത്തോരനാണെങ്കിലും ക്യാബേജ് തോരനാണെങ്കിലും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതുപോലെ മുട്ട അതിനകത്തിൽ ഇട്ട് ചിക്കി എടുക്കാറുണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. നിങ്ങളിതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോളൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുഞ്ഞുങ്ങൾക്ക് പൊതുവേ എനിക്ക് തോന്നുന്നു ചീരത്തോരനൊക്കെ ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പം ഒരു മുട്ടയും കൂടെ ഒക്കെ ഇടുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഉള്ളിലേക്ക് മുട്ടയും പൊക്കോളും ചീരയും പൊക്കോളും. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അല്ലേ. എന്താ രസമല്ലേ ആ മുട്ട അതിൻ്റെ ഇടയ്ക്ക് ഇടുന്ന ഇങ്ങനെ തിളയ്ക്കുന്നത് കാണാൻ. ഒരിക്കലും മുട്ട നമ്മൾ ഡയറക്റ്റ് തോരൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കരുത്. ഇതുപോലെ നടുക്കൊരു സ്പേസ് ഉണ്ടാക്കി അതിലേക്ക് വേണം ഇടാൻ. നമ്മൾ തോരൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാം കൂടെ കുഴഞ്ഞിരിക്കും, ഒരുമാതിരി വേകാത്ത പരുവം പോലെ ഇരിക്കും. പക്ഷേ നമ്മൾ നടുക്കൂട്ട് ഇതുപോലെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഇട്ട് ചിക്കി എടുക്കാനും പറ്റും. പിന്നെ എല്ലാം നല്ല ഡ്രൈ ഫോമിലിരിക്കും. അതാണ് നല്ലത്. നമ്മൾ എണ്ണയോ ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട. കാരണം നമ്മൾ തോരൻ ഉണ്ടാക്കിയപ്പോഴത്തെ ആ എണ്ണമയവും കാര്യങ്ങളും ഒക്കെ ആ ചീൻചട്ടിയിൽ ഉണ്ടാവുമല്ലോ. അപ്പം കുറച്ച് ഉപ്പ് മാത്രം ആ മുട്ടയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നടുക്കിട്ട് ഇതുപോലെ ചിക്കി എടുത്തിട്ട് എല്ലാം കൂടെ മിക്സാക്കി എടുക്കണം. അപ്പം ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. അപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നല്ല ആവി പറക്കുന്ന അടിപൊളി നല്ല ടേസ്റ്റുള്ള ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചീര കിട്ടുകയാണെങ്കിൽ, ഇനി ചീര വീട്ടിലുണ്ടെങ്കിലും എല്ലാവരും വേഗം ട്രൈ ചെയ്തോളൂ. ഓക്കേ.